ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 1-ാം ചരമവാർഷികം ആചരിച്ചു. നസ്രത്ത് ഇടവക വികാരി ഫാദർ ജോസഫ് ടൈറ്റസ് കണ്ടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ യോഗത്തിൽ ചെയർമാൻ KJ ആന്റണി അധ്യക്ഷത വഹിച്ചു. ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 1-ാം ചരമവാർഷികം കൊച്ചിൻ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തി. നസ്രത്ത് ഇടവക വികാരി ഫാദർ ജോസഫ് ടൈറ്റസ് കണ്ടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ യോഗത്തിൽ ചെയർമാൻ KJ ആന്റണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിസ്റ്റർ ആനി കുറുപ്പത്ത്, സിസ്റ്റർ മേരി സ്റ്റെല്ല, ജനറൽ സെക്രട്ടറി യേശുദാസ് പാലമ്പിള്ളി, എന്റെ കൊച്ചി ചീഫ് കോർഡിനേറ്റർ ഷിബു പൊള്ളയിൽ, നല്ല നസ്രായൻ സെക്രട്ടറി സമ്പത്ത് മാനുവൽ, ഓസ്റ്റിൻ തമ്പി, മേരി ബേബി, ജോൺസൺ മാക്കൽ എന്നിവർ സംസാരിച്ചു. ഫ്രാൻസിസ് പാപ്പയെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഹൃദയത്തിലുമുള്ളത് ഫ്രാൻസിസ് അസീസി. ആ പേര് തന്നെ അദ്ദേഹം എടുക്കുവാൻ കാരണം സത്യത്തിൽ അദ്ദേഹം ഒരു ഈശ്വരസഭാ വൈദികനായിരുന്നെങ്കിലും അദ്ദേഹത്തെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയെ സ്വാധീനിച്ചതുപോലെ തന്നെ അതിലുപരിയായി തൻ്റെ ജീവിതത്തിലെ ഒരു റോൾ മോഡലായിട്ട് താൻ അനുവർത്തിക്കുന്ന ജീവിത വിശുദ്ധി എന്താണെന്ന് ഫ്രാൻസിസ് അസീസി കാണിച്ചു കൊടുക്കുന്നതാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിവാർന്ന മുഖമായിരുന്നു ലോകത്തിന് പ്രിയങ്കരനായി തീർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ഒരാണ്ട് കഴിയുകയാണ്. സഭയുടെ ഏറെ ജനകീയനായ ആഗോള ആദരവ് നേടിയ മാർപ്പാപ്പ കഴിഞ്ഞ വർഷം 21-ാം തീയതി 88-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മൾ ഒരു വർഷം മുമ്പ് വിടവാങ്ങിയത്. ചരിത്രത്തിലെ 266-ാം പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ദരിദ്രരോടുള്ള സ്നേഹം, ലാളിത്യം, പരിസ്ഥിതി സംരക്ഷണം, സമാധാനം എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.